ചായക്കടക്കാരൻ പ്രതിച്ഛായ സഹതാപം കിട്ടാനുള്ള മോദിയുടെ തട്ടിപ്പ് മാത്രമാണെന്ന് VHP മുൻ നേതാവ് പ്രവീൺ തൊഗാഡിയ. മോദിയുമായുള്ള തന്റെ 43 വർഷത്തെ സൗഹൃദത്തിനിടയിൽ ഒരിക്കൽ പോലും അയാൾ ചായ വിൽക്കുന്നത് താൻ കണ്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മോദി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജയിച്ച രാമക്ഷേത്രം പണിയില്ല. BJPക്കും RSSനും നിലനിൽപ്പിനുള്ള അവിഭാജ്യ ഘടകമാണ് രാമക്ഷേത്രം. രാമക്ഷേത്രം പണിതു കഴിയുന്നതോടെ രണ്ട് സംഘടനകളും തകരുമെന്നും അതുകൊണ്ട് തന്നെ രാമക്ഷേത്രം ഇരുവരും പണിയില്ലെന്നും തൊഗാഡിയ ആരോപിച്ചു. അടുത്ത 5 വർഷത്തിനുള്ളിൽ രാമക്ഷേത്രം പണിയില്ലെന്ന് RSS നേതാവ് ഭയ്യാജി ജോഷി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. RSSും BJPയും 125 കോടി ജനങ്ങളെ ഇരുട്ടിൽ നിർത്തി. എന്നാൽ ഹിന്ദു ഉണർന്നതായും തൊഗാഡിയ പറഞ്ഞു. ഫെബ്രുവരി 9-ന് ഹിന്ദുക്കളുടെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും പാർലമെന്റ് വിജയം നേടിയാൽ തൊട്ടടുത്ത ദിവസം ക്ഷേത്രത്തിന്റെ പണി ആരംഭിക്കുമെന്നും അധികാരത്തിലെത്തിയാൽ കാശ്മീരിലെ ആർട്ടിക്കിൾ 35 അവസാനിപ്പിക്കുമെന്നും ഹിന്ദുക്കൾ ഭൂരിപക്ഷമാകുമെന്നും സർക്കാർ രൂപീകരിക്കുമെന്നും തൊഗാഡിയ പറഞ്ഞു. കുട്ടിക്കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റെയിൽവേ പ്ലാറ്റ്ഫോമുകളിലും തീവണ്ടികളിലും ചായ വിട്ടതിന് രേഖകളില്ലെന്ന് ഇന്ത്യൻ റെയിൽവേയും വിവരാവകാശ അപേക്ഷയിൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസ് അനുഭാവിയും ആക്ടിവിസ്റ്റുമായ തഹ്സീൻ പുനാവല്ല എന്നയാൾ സമർപ്പിച്ച വിവരാവകാശ രേഖയ്ക്കാണ് റെയിൽവേ മറുപടി നൽകിയത്. റെയിൽവേ സ്റ്റേഷനിലും പ്ലാറ്റ്ഫോമിലും നരേന്ദ്രമോദിക്ക് ചായ വിൽക്കാൻ റെയിൽവേ അനുമതി നൽകിയതിന് എന്തെങ്കിലും രേഖകളുണ്ടോ എന്നും ഉണ്ടെങ്കിൽ ഇത് സംബന്ധിച്ച രജിസ്റ്റർ നമ്പരും ഔദ്യോഗിക പാസ് വിവരങ്ങളും പുറത്തുവിടണമെന്നുമായിരുന്നു വിവരാവകാശ പ്രകാരം ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ റെയിൽവേ ബോർഡിന്റെ ടൂറിസം ആൻഡ് കാറ്ററിംഗ് ഡയറക്ടറേറ്റ് രേഖകൾ പ്രകാരം ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും ലഭ്യമല്ല എന്നാണ് തഹ്സീൻ പുനാവല്ലയ്ക്ക് മറുപടിയായി ലഭിച്ചിരിക്കുന്നതെന്ന് ANI റിപ്പോർട്ട് ചെയ്തിരുന്നു. RSSൽ മോദിക്കൊപ്പം ഒരുമിച്ച് വളർന്ന നേതാവാണ് തൊഗാഡിയ. RSS പ്രചാരകരായിരിക്കെ 1980കളിൽ തൊഗാഡിയ VHPയിലേക്കും മോദി BJPയിലേക്കുമായെങ്കിലും തുടർകാലത്ത് മോദിയെ BJPയിൽ പിന്തുണച്ചത് തൊഗാഡിയ ആയിരുന്നു. മോദിയും അമിത്ഷായും തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ചാണ് കഴിഞ്ഞ വർഷം അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് എന്ന പേരിൽ സംഘടനയുണ്ടാക്കി തൊഗാഡിയ VHPയിൽ നിന്ന് പുറത്തുപോയത്. സംഘപരിവാർ സംഘടനകളിൽ തൊഗാഡിയയെ ഒതുക്കാൻ നരേന്ദ്രമോദി ഉൾപ്പെടുന്ന പക്ഷം നിരന്തരം ശ്രമിക്കുകയാണെന്ന ആരോപണം ഉയർന്നിരുന്നു. തൊഗാഡിയ തന്നെ ഇക്കാര്യം ആവർത്തിക്കുകയും ചെയ്തു. വ്യാജ ഏറ്റുമുട്ടലിലൂടെ തന്നെ വധിക്കാൻ ശ്രമം നടക്കുന്നതായി അദ്ദേഹം ഒരിക്കൽ വികാരാതീതനായി പറഞ്ഞിരുന്നു. പിന്നിൽ ഗുജറാത്ത്, രാജസ്ഥാൻ പോലീസുകളാണെന്നും തൊഗാഡിയ ആരോപിച്ചു. അന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ തൊഗാഡിയയെ അഹമ്മദാബാദിലെ ഒരു പാർക്കിൽ അബോധാവസ്ഥയിൽ പിന്നീട് കണ്ടെത്തുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.